കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് ലയിക്കാൻ മാണി സി കാപ്പൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാല അടക്കമുള്ള മേഖലയിൽ ജോസഫ് ഗ്രൂപ്പ് ആധിപത്യം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതോടുകൂടി ജോസ് കെ മാണിയുടെ ഭാവി തുലാസിലായിരിക്കുകയാണ്. നമുക്കറിയാം, ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും തട്ടകമെന്നത് പാല തന്നെയാണ്. എന്നാൽ പാലയുടെ രാഷ്ട്രീയം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 15,000-ൽ പരം വോട്ടുകൾക്കാണ് ജോസ് കെ മാണി സി കാപ്പനോട് പരാജിതനായത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം രാജ്യസഭയിലേക്ക് പോയെങ്കിലും ആ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടുവെങ്കിലും അത് എത്ര നാൾ എന്നുള്ള വലിയ ചോദ്യം പാർട്ടിക്കുള്ളിൽ ഉണ്ട്. പ്രമോദ് രാമൻ അടക്കമുള്ള നിരവധി പേർ കഷ്ടിച്ച് അവസാന ഘട്ടത്തിലാണ് ലീഡ് നേടി ജയിക്കാൻ കാര്യമായത്. എന്നാൽ ജോസഫ് ഗ്രൂപ്പിൽ മോൻസ് ജോസഫിനും PJ ജോസഫിനും വിജയമുണ്ടായത് വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിലാണ്. ഇക്കുറി എന്നാൽ ജോസഫ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് കേരള കോൺഗ്രസ് പൂർണ്ണമായും ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ജോസ് കെ മാണിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ റോഷി അഗസ്റ്റിനെയും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി സകല പേരെയും ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തിക്കാനുള്ള സർജിക്കൽ സ്ട്രൈക്ക് നടക്കുകയാണ്. അത് ഒരു പരിധിവരെ UDFന് കൂടുതൽ ഗുണം ചെയ്യുന്ന രാഷ്ട്രീയമാണ്. ജോസ് കെ മാണി പരാജിതനായാൽ എല്ലാ അർത്ഥത്തിലും LDFനകത്ത് ജോസ് കെ മാണിക്കുള്ള സ്ഥാനം നഷ്ടമാകും. അത് ആകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് BJPയിലേക്ക് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ കാണത്തുമില്ല. അങ്ങനെ സംഭവിച്ചാൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയം അവസാനിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ജോസഫ് ഗ്രൂപ്പിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് 87,000-ഓളം വോട്ടുകൾക്ക് മത്സരിച്ച് വിജയിച്ചത് മുതൽ മാണി കോൺഗ്രസിൽ പൊട്ടലും ചീറ്റലും ഉടലെടുത്തു. തോമസ് ചാഴിക്കാടൻ തൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി, ജോസഫ് ഗ്രൂപ്പിന് അധിക നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രബല ശക്തി കൂടിയാണ് കേരള കോൺഗ്രസ് എം. എന്നാൽ അതിനിപ്പോൾ ഒരു രീതിയിലും മൂർച്ചയില്ല. രണ്ടില വാടി എന്ന് വേണമെങ്കിൽ പറയാം. അത് ഉണങ്ങിക്കരിഞ്ഞോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാമെന്ന് തന്നെയാണ് ജോസഫ് ഗ്രൂപ്പ് കൃത്യമായും പറയുന്നത്. ഇക്കുറി UDFനെ അധികാരത്തിലെത്തിച്ചാൽ അതിൽ മുഖ്യ പങ്ക് മുസ്ലിം ലീഗിന് മാത്രമായിരിക്കില്ല, ജോസഫ് ഗ്രൂപ്പിന് കൂടിയായിരിക്കുമെന്നാണ് മോൻസ് ജോസഫ് പറഞ്ഞിരിക്കുന്നത്. കോട്ടയത്തെ ഒട്ടുമിക്ക സീറ്റുകളും ജോസഫ് ഗ്രൂപ്പ് ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് മോൻസ് ജോസഫ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. PJ ജോസഫിന് ഒരംഗത്തിന് ഇനിയും ബാല്യമുണ്ട് എന്നും 80 വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് തൊടുപുഴയിൽ ജനകീയ സമിതി കൂടിയിട്ടേ ഉള്ളൂ എന്നുമാണ് പാർട്ടി കൃത്യമായും കണ്ടെത്തുന്നത്. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, ജോസ് കെ മാണിക്ക് ഇനി കേരള രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ആഴക്കയത്തിലേക്ക് മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തതയൊന്നും ഇല്ല. മാണി ഉണ്ടായിരുന്നപ്പോൾ രാഷ്ട്രീയ സാഹചര്യം ഒന്നും തന്നെയല്ല ഇപ്പോൾ. ഇടതുപക്ഷവുമായി സഹകരിച്ചപ്പോൾ പ്രത്യക്ഷത്തിൽ നേട്ടമൊക്കെയാണ് എന്ന് റോഷി അഗസ്റ്റിന് തോന്നിയെങ്കിലും ഇപ്പോൾ റോഷി മനസ്സിലാക്കുന്നു, തൻ്റെ തട്ടകമായ ഇടുക്കിയിൽ UDFന് തന്നെയാണ് പ്രബല ശക്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5,000-ലേറെ വോട്ടുകൾക്ക് കഷ്ടിച്ച് രക്ഷപ്പെട്ടുവെങ്കിലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസ് 25,000 വോട്ടിൻ്റെ വ്യക്തമായ മാർജിൻ തന്നെയാണ് നേടിയത്. അത് മറികടക്കുക എന്നത് ഭഗീരഥ പ്രയത്നം തന്നെയാണ്. ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ കൃത്യമായി തന്നെ പറയുന്നു, ഇക്കുറി ഇടുക്കി UDFയിലേക്ക് തന്നെ ചായും. അത് ലോക്സഭയിൽ മാത്രമല്ല നിയമസഭയിലും കാണാൻ കഴിയുമെന്ന് വ്യക്തം.